ഇടപെടുന്നുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസിന് ബിഗ് ബോസ് അല്ല ജിൻഡോക്ക് ഏറ്റവും നല്ല എന്താ പറയാ, അവിടെ ക്യാമറേന്റെ അടുത്തൊരു കസാല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടെ ഇരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവര് തെറ്റ് ചെയ്തു അതാണ് ഇതാണ് കാണിക്കാൻ വേണ്ടി ഭയങ്കര വൈറ്റ് വാഷ് അടിക്കാൻ പുട്ടിയായിട്ട് അവിടെ പോയിരുന്നോളൂ. അതിനിടയിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ബിഗ് ബോസ് ഈ സീസണിൽ ഇത് ഏറ്റവും വലിയൊരു കൊടും പാപമായി പോയി. കാരണം ബിഗ് ബോസിന് തന്നെ തോന്നിക്കാണു എന്തിനാണ് ഞാൻ ഇവരെ വിളിച്ചെന്നുള്ളത്. ചിന്ന മോനെ കരയുന്നു. സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലായിട്ട് പോണേക്കുമ്പോഴുള്ള വീഡിയോ ആണ്. അതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് കരഞ്ഞ് മെഴുകിയതെന്നും ആരാണ് ഈ ബിഗ് ബോസിലായിട്ട് ബിഗ് ബോസിന് ഉൾപ്പെടെ ബിഗ് ബോസിനും ജനങ്ങൾക്കും തോന്നി ആരാണ് പോണ്ടായിരുന്നു എന്ന് തോന്നിയതെന്നും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സീക്രട്ട് ഏജന്റിന്. നമ്മുടെ അങ്ങനെ ജിൻഡോ തന്നെ കപ്പ് പൊക്കിയിരിക്കുകയാണ്. പിന്നെ ക്യാമറയുടെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞ് മെഴുകി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമെന്നൊക്കെ പറയണ്ടായി. കുറെ ആൾക്കാരെ വലിച്ചു കീറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിനൊക്കെ എന്ത് പറയാനുള്ളത്? നാണമുണ്ട്. നിലപാടില്ലാത്ത വർത്താനങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ജിൻഡോ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിനെതിരെ സപ്പോർട്ടുമായിട്ട് വരുമെന്ന് കണ്ടു തന്നെ അറിയാം.